പറഞ്ഞത്, പിന്നെ കാര്യമായിട്ട് പറഞ്ഞത് അത് കൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്താണെന്നറിയോ, മദ്രസ പാഠപുസ്തകം മുജാഹിദുകളെ തിരുത്തി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല ഇവിടെ ഉണ്ട്, ബന്ധപ്പെടുത്തി ഞാനങ്ങ് പറഞ്ഞു തരാം. എന്താണെന്നല്ലേ, ഒരു പുസ്തക ഞാൻ കാണിച്ചുതരാം, മദ്രസ പാഠപുസ്തക. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. എന്ത് ഒറിജിനൽ പുസ്തകം അൽ ജുസു റാബിഅ കിതാബുൽ ഫിഖ്, അൽ ജുസു റാബിഅ കിതാബുൽ ഫിഖ്. ആ കിതാബുൽ ഫിഖ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഈ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ, ഇവിടെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് അവിടെ പിളർത്തി AP ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ AP ഗ്രൂപ്പിന് ഒരു വിദ്യാഭ്യാസ ബോർഡ് വേറെ എഡിഷൻ ഉണ്ടാക്കി. എന്നിട്ട് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് സമാന്തരമായിട്ടൊരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം ഉണ്ടാക്കി ഇപ്പോൾ ആ പുസ്തകത്തെ പറ്റി തർക്കാണ്, ശങ്കയാണ്, തർക്കത്തിലാണ്. ആ തർക്കത്തില് എന്താ പറയുന്നതെന്നറിയോ, സുന്നി വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ അവർക്ക് പുസ്തകം ഉണ്ടാക്കാൻ അറിയില്ല, സമസ്തക്കാർക്ക്, പഴയ കാല സമസ്തക്കാർക്ക് പുസ്തകം ഉണ്ടാക്കാൻ അറിയില്ല എന്നാ. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നല്ലോ, ഇത് 4ാം ക്ലാസ്സിലെ പാഠപുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇറക്കിയതാ. അഹ്കാമുൽ ഹൈലി വൻ നിഫാസി, ഹൈലിന്റെയും നിഫാസിന്റെയും ഹുക്കുമുകൾ. ഈ ഹൈൽ ആർക്കുണ്ടാവല്, നിഫാസ് ആർക്കുണ്ടാകല് അറിയാലോ, സ്ത്രീകൾക്ക് മാത്രമേ ആ 2 സംഗതി ഉണ്ടാവൂ. ആ സ്ത്രീകൾക്ക് ഹൈലുണ്ടായാൽ, നിഫാസ് ഉണ്ടായാൽ, യഹ്റുമു ബിൽ ഹൈലി വൻ നിഫാസി അഹദ അശറ അംറ. സ്ത്രീകൾക്ക് ഹൈലുണ്ടായാൽ 11 കാര്യം അവർക്ക് ഹറാമാണ്. പിന്നെ 11 കാര്യം അവർക്ക് ചെയ്യാൻ പറ്റൂല. 1 അസ്വലാത്തു, നമസ്കാരം. ഹൈലുണ്ടായ പെണ്ണിന് പിന്നെ നിസ്കരിക്കൂല, ഹൈലില്ലാത്തപ്പോഴോ പെണ്ണ് നിസ്കരിക്കണം. 2 അസ്സുജൂദു, സുജൂദ് ചെയ്യാൻ പാടില്ല. തിലാവത്തിന്റെ സുജൂദ്, വേറെ ഒരുപാട് സുജൂദ് ഉണ്ട്. ആ സുജൂദ്, ശുക്രന്റെ സുജൂദ്, ആ സുജൂദ് ഒന്നും ഹൈലുള്ള പെണ്ണ് ചെയ്യാൻ പാടില്ല, നിഫാസുള്ള പെണ്ണ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഹൈദില്ലാത്തപ്പോഴോ അത് ചെയ്യാം. 3 അൽ ഖുതുബത്തു. എന്താ 3? അൽ ഖുതുബത്തു, ഖുതുബ. ഹൈദുള്ള പെണ്ണ് ഖുതുബ പറയാൻ പാടില്ല. അപ്പൊ ഹൈദില്ലാത്തപ്പോഴോ, പെണ്ണിന് എന്തെടുക്ക, ഖുതുബ പറയാൻ. പള്ളി കയറി പെണ്ണിന് ഖുതുബ പറയാന്ന് പാഠപുസ്തകത്തില് 4ാം തരത്തില്, 4ാം തരത്തില് പാഠപുസ്തകത്തില് കൃത്യമായി ഇതിൽ വന്നു. പാഠപുസ്തകത്തില് 4ാം തരത്തില് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ പുസ്തകത്തിൽ ഈ യഹ്റുമു ബിൽ ഹൈലി വൻ നിഫാസി എന്നെടുത്ത് എത്ര കാര്യമുണ്ട്? 11 ഉണ്ടോ? 11 കാര്യമുണ്ടോ? പുതിയ പാഠപുസ്തകത്തിലുണ്ടോ? നിങ്ങളൊന്ന് വിശദീകരിച്ച് തരൂ. നിസ്കാരത്തിന്റെ ഫർള് 13, നമസ്കാരത്തിന്റെ ഫർള് 13. തെറ്റുപറ്റിയാണോ? അല്ല. നൂറുൽ അബ്സാറിൽ 13 ഉള്ളൂ. മുത്തഫരിദിൽ 14 ഉണ്ട്. മുസ്ലിയാർ പ്രസംഗിക്കട്ടെ. എന്ത് സക്കാഫിയെ കൊണ്ടൊന്ന് കമന്റ് പറയിച്ചോ, നമ്മൾ പറയണില്ല. എന്നാൽ മദ്രസ പാഠപുസ്തകം എല്ലാ സുന്നത്തും എല്ലാ ഫർളും കൂടി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മദ്രസയിൽ നിന്ന് ജയിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് സക്കാഫിന്ന് എഴുതി വിടണമല്ലോ. 5ാം ക്ലാസ് പാസ്സായി സക്കാഫി, അവരെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ മദ്രസയിൽ. എല്ലാ ഫർളും എല്ലാ സുന്നത്തും കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റുമോ? സുന്നിയൊക്കെ പറ്റുമോ? മുജാഹിദിന് പറ്റുമോ? പറ്റൂല. വെറുതെ ഈ വിവരക്കേടും പറഞ്ഞ് നടക്കണ്ട. എല്ലാ സുന്നത്തായ കാര്യം, എല്ലാ ഫർളായ കാര്യവും, എല്ലാ ജായിസായ കാര്യം എല്ലാം കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് ഞാനല്ല പറയുന്നത്, സക്കാഫിയെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചരാൻ, കേട്ടോളൂ. സുന്നത്തായ എല്ലാ കാര്യവും കൂടി നമ്മുടെ മദ്രസയിൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയുള്ള മദ്രസയിലേക്ക് ഉണ്ടാക്കിയ ചെറിയ പാഠപുസ്തകങ്ങളിൽ എല്ലാ സുന്നത്തും കൂടി പറയുകയില്ല എന്ന് മുജാഹിദുകൾക്കും അറിയാം, സുന്നികൾക്കും അറിയാം. കാരണം പിന്നെ നമ്മുടെ ഇവിടെ 10 തുഹഫ നമുക്കറിയാം, 10 വാള്യം അല്ലേ? ഷർഹുൽ മുഅദ്ദബി 20 വാള്യമാണ്. ഇമാം മാവർദിയുടെ അൽ ഹാദി 20 വാള്യമാണ്. ഈ 20-30 വാള്യമുള്ള ഗ്രന്ഥങ്ങൾ രചിക്കേണ്ട ആവശ്യമില്ല. എല്ലാ നിയമങ്ങളും കൂടി മദ്രസയിലെ ചെറിയ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാ ഇസ്ലാമിലെ എല്ലാ നിയമവും കൂടി മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അത് സുന്നികളുടെ പാഠപുസ്തകത്തിലും കഴിയില്ല, മുജാഹിദുകളുടെ പാഠപുസ്തകത്തിലും കഴിയില്ല എന്ന് ഉറപ്പാണല്ലോ. മദ്രസ പാഠപുസ്തകത്തിൽ ഒരു വിഷയം ഇല്ല എന്നതുകൊണ്ട് ആ കാര്യം ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല എന്ന് വരികയില്ല. ഇത് ഏത് മനഃശാസ്ത്രമുള്ള അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ചെറിയ മദ്രസയിലെ കുട്ടികൾക്ക് നൽകുന്ന വിവരങ്ങൾ അവരുടെ ബുദ്ധിക്കും വിവേകത്തിനും അനുസരിച്ചാണ്. അപ്പോ അത് എല്ലാ ഇസ്ലാമിലുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകൾ മുഴുവനും കൂടി
മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ പള്ളി ദർസിന്റെ ആവശ്യമില്ലല്ലോ, മുജാഹിദുകൾക്ക് തന്നെ അറബി കോളേജിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പള്ളി ദർസ് 10 കൊല്ലം ഓതേണ്ടതില്ല. ഉപരിപഠനം, അതിന്റെ അപ്പുറത്തുള്ള തഖസുസ്, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവൂല. അപ്പോ മദ്രസ പാഠപുസ്തകത്തിൽ ഇല്ല എന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം പുണ്യകർമ്മമാവുകയില്ല എന്ന് വരില്ല. അപ്പൊ ഇനി മനസ്സിലായല്ലോ, മനഃശാസ്ത്രം ബോധം വേണം മനുഷ്യനായാല്. അങ്ങനെ മനഃശാസ്ത്ര ബോധമുള്ളവൻ അറിയാം എല്ലാം കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റൂല. അത് സുന്നിക്കും പറ്റൂല, മുജാഹിദിനും പറ്റൂല, ആർക്കും പറ്റൂല. ഇത് പേരോട് മുസ്ലിയായി പ്രസംഗിക്കാറുണ്ട്. ഒരു 2 പാഠപുസ്തകത്തിൽ, ആ പാഠപുസ്തകത്തിൽ 9, ഇതിന് 10.5 അത് കേട്ടിങ്ങനെ എഴുതിക്കൊണ്ട് വന്ന് അങ്ങനെ തന്നെ പ്രസംഗിച്ചാലോ. നിങ്ങൾ ഓരോന്നും, ഞങ്ങളൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഒരു പുസ്തകം തന്നെ, പാഠപുസ്തകങ്ങളിൽ ഈ ഫർളും സുന്നത്തും കുറഞ്ഞതും കൂടിയതും ഒക്കെ ഒരു പുസ്തകം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. സലഫി പാഠപുസ്തകങ്ങളും വിമർശകരും എന്നൊരു പുസ്തകം തന്നെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഫർള് അവിടെ 9, ഇവിടെ 4, മറ്റേത് 5, ഇവിടെ 3 ഒക്കെ വാങ്ങി വായിച്ചു നോക്ക്.